വർഷങ്ങളായി ഫെറി സർവീസ് നടത്തുന്ന ബിജുവാണ് ഇന്ന് എന്നോട് പോകുന്നത്. ചേരാനല്ലൂർ, ഏലൂർ, വരാപ്പുഴ അപ്പൂപ്പൻ കർമ്മന്മാര് പിന്നെ അടുത്തൊരു വീട്ടുകാരും തൈപ്പറമ്പിലും പടശ്ശേരിയാണ് ഇവിടെ ഈ കടത്തിന്റെ അവരിപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ ചെയ്യണം. തൊട്ടപ്പുറത്ത് വരാപ്പുഴയിലും ചേലൂരും കോതാടക്ക തൈപ്പറമ്പിലായി യൂസ് ചെയ്യണത്. അപ്പൊ അങ്ങാടി മെട്രോ വന്നുകൊണ്ടും പുതിയ പാലം വന്നുകൊണ്ടും നിങ്ങൾക്കുണ്ടാവുന്ന വരുമാനത്തിൽ കുറവ് വലിയ വർധന അല്ല. പണ്ട് പാലത്തിന് മുമ്പ് വരുമാനം ഉണ്ടായിരുന്നു. പക്ഷെ വരുമാനം ഉണ്ടായിരുന്നവർക്ക് അത് ചെയ്തെന്ന് വെച്ചത് ഒരു 5-8-10 ഷെയർ കൂടിയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അന്നേരത്ത്. അപ്പൊ അന്നേരത്തെ അതിനനുസരിച്ചുള്ള റിസ്ക് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആ രീതിയിലാണ് പോയിക്കൊണ്ടത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിപ്പോ ഞാൻ ഒറ്റക്കാണ് ഇത് നടത്തുന്നത്. ഒരു ഡ്രൈവർ വരും ജോലിക്ക് കുടുംബത്തിലുള്ള തൽക്കാലം കാര്യങ്ങൾ. പിന്നെ ഇപ്പൊ ഡീസലിനുള്ള പൈസ ഒക്കെ ഒരു മുനിസിപ്പാലിറ്റി തന്നെ, ഏതൊരു മുനിസിപ്പാലിറ്റി അങ്ങനെയുള്ള ചെറിയ സഹായങ്ങളായിട്ട് നമുക്കിത് മുന്നോട്ട് പോകണം. ഒരാൾക്ക് ഒക്കെ അത്യാവശ്യം ഇത് 1-2 പേർക്ക്. ഇപ്പൊ എത്രാമത്തെ തലമുറ നിങ്ങളിപ്പോ ചെയ്യുന്നത്? ഇപ്പൊ എന്താ വെച്ചാല് അത് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് ഏകദേശം ഒരു 4 തലമുറ വരും. കാരണം ജോഷിയേട്ടന്റെ അപ്പൂപ്പൻ, അത് കഴിഞ്ഞ് ജോഷിയേട്ടന്റെ അപ്പൻ വർഗീസേട്ടൻ, അത് കഴിഞ്ഞ് ജോഷിയേട്ടൻ ഇന്നും വരാപ്പുഴയില് ആ ഭാഗത്ത് ചെയ്യുന്നുണ്ട്. പുള്ളിക്കൊരു ഇതുപോലത്തെ 8ഓളം പേരുകൾ വിളിക്കണം. 8ഓളം അന്നൊന്നും ഇപ്പൊ ഈ ടോപ്പൊന്നുമില്ല. അന്ന് ഈ 2 വണ്ടി ഇപ്പൊ അക്കരയില് വരാപ്പുഴയില് ചേന്നൂര് കോതാടൊക്കെ ചെയ്യണം. അതിൽ ഏതൊക്കെ തരത്തിലുള്ള വണ്ടികളൊക്കെ കയറ്റാൻ പറ്റും? ഇതിലിപ്പോ നമ്മള് ബുള്ളറ്റ് വരെ കയറ്റാൻ പറ്റും. കയറ്റാൻ പറ്റില്ല. 3-വീലർ കയറ്റാൻ പറ്റില്ല. അപ്പൊ തൽക്കാലം മാത്രമല്ല ബുള്ളറ്റ് തൊട്ട് താഴത്തോട്ടുള്ള സർവീസ് ചെയ്യാം. എത്ര മണിണ്ടാവും? രാവിലെ ഏകദേശം 7 മണിക്ക് തുടങ്ങും. വൈകിട്ട് ഒരു 6:30 ആകുമ്പോൾ അവസാനിക്കും. കൂടുതലും ഈ ജോലിക്കാരാണ്. കാരണം രാവിലെ വൈകുന്നേരം ജോലിക്കാർ വരും. പാലം വന്നു പിന്നെ ഒരുപാട് പേര് ഈ വഴി പോകാറില്ല. കാരണം പാലത്തിന് കൂടി പോണ ആൾക്കാരാണ് കൂടുതൽ. സ്ഥിരം പോണ ആൾക്കാർ നമുക്ക് ഇവിടെ വന്നത്. പക്ഷെ കാലത്ത് വൈകുന്നേരം സ്ഥിരം പോണ ആൾക്കാർ ഏകദേശം ഒരു 100-250 പേരോളം അങ്ങാടി കൂടി ഇതിപ്പോ നിങ്ങൾ ഒരാളെ സഹായത്തിനുണ്ട്. ഡ്രൈവറുണ്ട്. ഇപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ ഈ താഴൂര് കൂട്ടോടെ നടന്നിട്ട് ഫുൾ ലൈസൻസ് ഫുള്ളായിട്ടുള്ള ലൈസൻസ് ഉണ്ട്. ഫുള്ളായിട്ടുള്ള ജാക്കറ്റ്, അതിനുള്ള സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ലൈസൻസ് ഉള്ള ആളാണ് ഓടിക്കുന്നത്. അപ്പൊ എത്ര പാരമ്പര്യം കഴിക്കാൻ പറ്റും? ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഇതിനകത്ത് ആളെ കേട്ടിട്ടുണ്ട്. ഈ ബോട്ടിന്റെ കപ്പാസിറ്റി 36 കുട്ടികളുണ്ട്. 4 ജില്ലയിലുണ്ട്. അങ്ങനെ ഏകദേശം 40 പേരാണ് ഇതിന്റെ കപ്പാസിറ്റി. 40 പേരെ പരിശോധനയൊക്കെ അവർ വർഷം ഇതിന്റെ പേപ്പേഴ്സ് അവർ വന്നിട്ട് പരിശോധിച്ച് ഇതിന്റെ ജാക്കറ്റും കാര്യങ്ങളും അതിന്റെ ബോട്ടിനെ കുറിച്ച് കാര്യങ്ങൾ അതുപോലെ നമ്മളിത് കയറ്റി വെച്ച് അവർ കാണിച്ചു കൊടുത്ത് അവരതുപോലെ തന്നെ ബോട്ട് എല്ലാം പരിശോധിച്ച് വെച്ച് കഴിച്ചിട്ട് അങ്ങനെ കേടുള്ള കാര്യങ്ങൾ. അതിനുശേഷമാണ് നമ്മൾ എല്ലാ സുരക്ഷ ഉറപ്പുവരുത്തി സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അത്യാവശ്യം നമുക്ക് ജീവിച്ചു പോകാനുള്ള ഇതായിട്ടുള്ള തൊഴിലായതുകൊണ്ട് നമുക്ക് അങ്ങനെയാണ്. അപ്പൊ കുടുംബത്തിൽ കുടുംബത്തില് മക്കളുണ്ട്. പാരമ്പര്യമായിട്ട് മറ്റുള്ളവരൊക്കെ ഉണ്ട്. അതുപോലെ അതിന്റെ തടസ്സങ്ങളില്ല. മറ്റുള്ളവർ ഓരോ ജോലി കാര്യങ്ങളായിട്ടൊക്കെ പിന്നെ നമ്മളിത് ചെയ്യുന്നത്. പിന്നെ എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നല്ലൊരു കാര്യമാണ്. കാരണം എന്തെങ്കിലും ഇതുപോലെ പാലത്തിൽ നല്ല കാണാറുണ്ട്. ഓടിയത് ഇതുപോലെ തന്നെ താഴ്ത്തു വീണ ഏകദേശം ഒരു 2-3 പേര് താഴ്ത്തു വീണു. 2 പേരെ രക്ഷിക്കാൻ പറ്റി. ഫോട്ടോളതിന്റെ വേണ്ടി സർക്കാർ ചെന്ന് അവരെ ചാടി പിടിച്ച് കയറ്റാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ പിന്നെ ബോട്ടക്കരയിലാകുമ്പോൾ ഒരുപാട് താമസിക്കുമ്പോൾ പാലത്ത് പോകുന്ന ഇങ്ങനെ ചാടിനാണ് ചിലത് അങ്ങനെയൊക്കെ സംഭവിക്കണം. പക്ഷെ 1-2 പേരെ കിട്ടിയിട്ടില്ല. 2 പേര് ഞാൻ തന്നെ കൊണ്ടുവന്ന് സൂസൈഡാണ് വന്നവരെ തന്നെ പിടിച്ച് കയറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഒരു ചേട്ടനാണ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നാണ്. രോഗമില്ല അങ്ങനെ പുള്ളി പെട്ടെന്ന് ഏലൂര് ചേരാനല്ലൂർ വരാപ്പുഴ. അപ്പൊ നമുക്ക് ഓടിച്ചെല്ലാൻ പറ്റും. ഒരു അത്യാവശ്യം ഓടിച്ചെല്ലാം കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അങ്ങനെയൊക്കെ ചെറുപ്പം പോലെ ഇതിനോട് നമുക്ക് താല്പര്യമുള്ള ഇൻട്രസ്റ്റ് ഉള്ളതിൻ്റെ വേണ്ടിയാണ് നമ്മ പല കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളതിനാണ്. അപ്പൊ ഈ ബോട്ട് ഓടിക്കാൻ പഠിച്ചതൊക്കെ ബോട്ട് ഓടിക്കാൻ നേരത്തെ ചെറുപ്പം പോലെ പഠിച്ചാണ്. ഇത് ഏകദേശം 40 പേരാണ് കപ്പാസിറ്റി ചേർന്നത്. മെയിൻ്റെനൻസ് വലിയ കുഴപ്പമില്ല. നല്ല അത്യാവശ്യം നമുക്ക് പണി അറിയാം. പിന്നെ കൂടുതലുള്ളതൊക്കെ പുറത്തൊന്നും കൊണ്ടൊക്കെ ചെയ്യും.
മെട്രോ തുടങ്ങിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ബോട്ട് കറക്റ്റ് അല്ല. കാരണം വൈകുന്നേരങ്ങളിൽ 5 മണിക്കാണ് സാധാരണ ആൾക്കാർ വേണ്ടത്. അപ്പോൾ 5 മണി തൊട്ട് ഇവിടെ ഏകദേശം 300-400 പേരുണ്ടാവും. അപ്പോഴേക്കും ഈ മെട്രോ ഇവിടെ നിൽക്കും. 5 മണിയോടെ മെട്രോ അവസാനിച്ചു. ശരിക്കും പറഞ്ഞാൽ 8 മണി വരെ മെട്രോ വെച്ച് കഴിഞ്ഞാൽ രാത്രി 8 മണി വരെ വെക്കണമെന്നാണ് നിങ്ങളുടെ ആവശ്യം അല്ലേ? കാരണം അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ആളില്ല. ഇപ്പോൾ ഇവിടെ 5 മണി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബോട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് 2 ബോട്ടോ 3 ബോട്ടോ വരെ എത്തുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല വെച്ച് ഒരു കൂടാം ആളുണ്ടാവും. അത്യാവശ്യം നല്ല കാര്യമാണ്. അതിൽ അക്കരയും കൂടി വന്നു കഴിഞ്ഞാൽ ഇത്രയും സൂപ്പറാവും. പിന്നെ കുറേ സ്റ്റേഷൻ കൂടി തുടങ്ങാനുണ്ട്. ഇപ്പോൾ കടമക്കുടി വരാനുണ്ട്. ഇനി അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ ഇനി വരാനുണ്ട്. അങ്ങനെ തന്നെ വെച്ചു. ഇപ്പോൾ ആകെ ചിറ്റൂർ മാത്രമുണ്ട്. ചിറ്റൂരിൽ നിന്ന് നേരെ എറണാകുളത്തേക്ക് കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ അതെന്താണെന്ന് അറിയില്ല. എല്ലാം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല